പേഷ്യൻസിന് സാധാരണ വരുന്ന ഒരു ഡൗട്ടാണ് മിനോക്സിൻ്റെ ഏത് ടൈപ്പ് യൂസ് ചെയ്യുന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് ലിക്വിഡ് ടൈപ്പ്, ഫോം ടൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ ഒരു ഡ്രോപ്പറോ സ്പ്രേയറോ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 1 ml എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഡ്രോപ്പറിനകത്തേക്ക് എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. ഫോം ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ തിക്ക് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫോം ടൈപ്പ് കുറച്ച് ട്രിക്കി ആയിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോം ടൈപ്പ് ഇൻഡിക്കേറ്റ് ആയിട്ടുള്ളത് നമുക്കൊരു ബാൾഡ് പാച്ച് ഉള്ള ആൾക്കാർക്കോ തിൻ ഹെയർ ഉള്ളവർക്കോ ആയിരിക്കും. ലിക്വിഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ സ്റ്റൈലിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഫോം ടൈപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില ആൾക്കാരിൽ നമ്മൾ ലിക്വിഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രൈനെസ്, ഫോളിക്കുലൈറ്റിസ് ഒക്കെ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളവർ ഫോം ടൈപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഫോം ടൈപ്പ് കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലായിരിക്കും. എങ്ങനെയാണെങ്കിലും നമുക്ക് മിനോക്സിൽ യൂസ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് ചേർന്ന ഏതാണ്, ഹെയർ സ്റ്റൈലിങ്ങിന് ചേർന്ന ഏതാണ്, അത് നമ്മുടെ കംഫർട്ടബിൾ ഏതാണ്, അത് നോക്കിയിട്ട് വേണം മിനോക്സിൽ ചൂസ് ചെയ്യാൻ വേണ്ടി.